അതിന് എന്താണ് സർവേ അനുമതി വാങ്ങി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ രീതി ശരിയല്ല. ആരാ പറയുന്നത്? രാഹുൽ ഗാന്ധിയാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവാണോ അത് പറയുന്നത്? അല്ലല്ലോ, അത് പറയുന്നത് RSSകാരൻ. എന്തുകൊണ്ടാണ് ഈ വെളിപാടുണ്ടാകുന്നത്? RSSന്റെ മോഹൻ ഭാഗവതിന് ഇതൊരു ശരിയായ പ്രക്രിയയല്ല എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ലോകം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ്. മാത്രമല്ല, അവകാശവാദം ഉന്നയിച്ച് താജ്മഹൽ ക്ഷേത്രമായിരുന്നു എന്ന് ഒരു വിഡ്ഢിയായ RSSകാരൻ പിന്നെയും പറഞ്ഞു. ലോകം ഇത് കാണുകയാണ്, ലോകം ഇത് കേൾക്കുകയാണ്. ഒരു രാജ്യത്തിലെ ഒരു ഭ്രാന്തിന്റെ ഉച്ചാവസ്ഥ, ഭരണകൂടം നടത്തുന്ന ഒരു ഭ്രാന്തമായ അവസ്ഥയെ ലോകം കാണുകയാണ്. ടൂറിസ്റ്റുകൾ ഇത് വിലയിരുത്തുകയാണ്. ഇന്ത്യയിലേക്ക് വരുന്നവർ ഇത് ഗൗരവത്തോടെ കാണുകയാണ്. മോഹൻ ഭഗവതിനറിയാം തങ്ങളുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ ഈ രാജ്യത്തിനു തന്നെ ഇത് അപകടമാണ്. നോക്കൂ നിങ്ങൾ, ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിയാണ്. ഒരു യുദ്ധത്തിലെ പാകിസ്ഥാനെ തകർക്കുന്നതിൽ ഇന്ത്യ നിർവഹിച്ച ഏറ്റവും രാഷ്ട്രതന്ത്രപരമായ സമീപനം പാക്കിനെ പിളർത്തിയെന്നതാണ്. ഇന്ത്യയെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്തെ തകർക്കാൻ സകലമാന പരിശ്രമങ്ങളും നടക്കുന്ന പാകിസ്ഥാനെതിരെ ഇന്ത്യ എടുത്ത ഏറ്റവും മനോഹരമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരുന്നു ബംഗ്ലാദേശ് ഉണ്ടാക്കുക. എത്ര ഇന്ത്യൻ മിലിറ്ററിയിൽ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പാകിസ്ഥാനെ പിളർത്തിയിട്ടാണ് ഇന്ത്യ ബംഗ്ലാദേശ് ഉണ്ടാക്കുന്നത്. ബംഗ്ലാദേശിന് ഇന്ത്യയോട് അത്തരത്തിലുള്ള സ്നേഹവും ഇഷ്ടവുമുള്ള, ഒരുപക്ഷെ നമുക്കൊക്കെ പോയി വരാൻ കഴിയുന്ന ഒരു അയൽപക്ക രാജ്യമായി പാകിസ്ഥാനിൽ നിന്ന് വിഭജിച്ചു നമ്മളെടുത്ത ബംഗ്ലാദേശായി. ആ ബംഗ്ലാദേശ് പറഞ്ഞിരിക്കുന്നു, ഈ മോഡിയുടെ സർക്കാരിന്റെ നിലപാടുകൾ കൊണ്ട് പറയിപ്പിച്ചു ബംഗ്ലാദേശ്. എന്താ അവർ പറഞ്ഞത്? ഇന്ത്യക്ക് ഒരു ചുക്കുണ്ടായിട്ടില്ല സംഭാവന ഞങ്ങളെ രാജ്യമുണ്ടാവുന്നതിൽ. ബംഗ്ലാദേശിന് പുച്ഛമാണ് ഇന്ത്യയോട്. ബംഗ്ലാദേശിന് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ രാഷ്ട്രതന്ത്രജ്ഞതയുടെ ഭാഗമായി നമ്മൾ ഉണ്ടാക്കിയ രാജ്യം പോലും നമ്മളെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. ഈ അപകടകരമായ ഒരു അവസ്ഥ, നമ്മുടെ മക്കൾ വളർന്നു വരുന്ന ഈ രാജ്യം, അവർക്ക് ജീവിച്ചു പോകേണ്ട ഈ രാജ്യം, അവർക്ക് തൊഴിലെടുക്കേണ്ട പഠിക്കേണ്ട ഈ രാജ്യം, അതിന്റെ എല്ലാ സാധ്യതകളും തകർക്കുന്ന ഒരു വൃത്തികെട്ട ഫാഷിസ്റ്റ് രീതികളാൽ വലയം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നിങ്ങളുടെയും എന്റെയും ഉത്തരവാദിത്തമുള്ളത്. നമ്മുടെ പ്രതലം ചെറുതായിരിക്കാം, ഒരുപക്ഷെ ഈ ഓണംപള്ളി എന്ന് പറയുന്ന ഗ്രാമതുല്യമായി ഈ ചെറിയ ഒരു പ്രദേശമായിരിക്കാം. നാം നിൽക്കുന്ന ഇടം എങ്ങനെയാണോ നിങ്ങൾക്ക് ഈ ഫാഷിസ്റ്റ് വിരുദ്ധതയോട് സമരം ചെയ്ത് നിൽക്കാൻ കഴിയുക? എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൽ ഇടപെടാൻ കഴിയുക? അങ്ങനെ ഇടപെടേണ്ടുന്ന സമയമാണിത്. അവിടെയാണ് രാഹുൽ ഗാന്ധിയെ നമ്മൾ അംഗീകരിക്കുന്നത്. എന്തുകൊണ്ട്? ഇന്ത്യയിൽ പതിതരായ ജനസമൂഹത്തിന്റെ പ്രശ്നമുണ്ടായാൽ, സമ്പളിൽ 5 പേർ വെടിവെച്ച് കൊല്ലപ്പെടുമ്പോൾ